നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഗുരുവായൂർ കൊടിയേറ്റമാണ്. ഭാഗ്യം തേടി വരുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 2025 ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്ന ദിവസമാണ്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ കൊടിയേറുന്നതായിരിക്കും. ഗുരുവായൂർ ഉത്സവം 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹാ ഉത്സവമാണ്. ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ 13-ന് ആരംഭിച്ച് 21-ന് അവസാനിക്കുന്നതായിരിക്കും. ഗുരുവായൂർ ഉത്സവം എല്ലാ നക്ഷത്ര ജാതകർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. എന്നിരുന്നാലും ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകരൊക്കെ സഞ്ചരിക്കുന്നത്. എന്തുതന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. ഗുരുവായൂർ കൊടിയേറ്റത്തിന് മുന്നോടിയായി തന്നെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് ഈ മകയിരം നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. ഈ സമയം ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകലുന്ന സമയമായിരിക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ഈ നക്ഷത്ര ജാതകർക്ക് കൈവരുന്ന സമയം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ ഭഗവാൻ നിങ്ങളിലേക്ക് അർപ്പിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയുന്ന വ്യക്തികൾ പരമാവധി ഈ ഉത്സവ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഐശ്വര്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ധാരാളം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഗുരുവായൂർ കൊടിയേറ്റിന് മുന്നോടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് നല്ല സമയം തെളിഞ്ഞു നിൽക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. ഈശ്വര പ്രീതികരമായിട്ടുള്ള ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഭാഗ്യങ്ങളുമാണ് ഗുരുവായൂർ കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാരെ തേടി ഭാഗ്യം ഇവരെ കൈവെള്ളയിലേക്ക് വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഇനിയുള്ളത്. നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഈ വരുന്ന വർഷക്കാലം നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. ഉറപ്പായും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ഉത്സവ കാലയളവിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഭജന ഇരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുവാൻ കാരണമാകുന്നതായിരിക്കും. ഉറപ്പായും ശ്രീകൃഷ്ണ മന്ത്രങ്ങളൊക്കെ ഉരുവിടുക. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സമയമാണ് നിങ്ങൾക്ക്. ഈ സമയം ഈ കാലയളവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സമയങ്ങളാണ് തെളിയുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ നല്ല ജോലിയും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും മാനസിക വിഷമതകളൊക്കെ പൂർണ്ണമായും അകലുന്നതായിരിക്കും. ഈശ്വര അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വിതയ്ക്കുന്ന സമയമാണ്. ആ ഐശ്വര്യത്തിന് വിധേയപ്പെടുവാൻ നിങ്ങൾ തയ്യാറാവുക. ഉറപ്പായും ഒത്തിരി ഈശ്വരാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ്. അടുത്ത ആയില്യം നക്ഷത്രമാണ്.
വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ധനാഭിവൃദ്ധിയും കുടുംബ ഐശ്വര്യങ്ങളും തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവവും ആ വിശ്വാസവും ഭക്തിയും എല്ലാം നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. വലിയ തോതിലുള്ള ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ഈ സമയം കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് കൈവരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഭഗവാൻ നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവരുന്ന സമയമൊക്കെയാണ്. ഭഗവാന്റെ നാമങ്ങളൊക്കെ ഉരുവിടുക, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ്. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക, കുടുംബ വഴിപാടുകളൊക്കെ നടത്തുക, ഭഗവാന് ഗുരുവായൂരപ്പന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുവാനും ഭാഗ്യം ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ധാരാളം വർദ്ധിക്കുന്ന സമയമാണ്. ഗുരുവായൂർ കുടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടമായി വരുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷ വാർത്തകളും ശ്രവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നു നിങ്ങൾക്ക്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ഭാഗ്യം നിങ്ങളിലേക്ക് വരികയും ഈ നാളുകാർക്ക് നല്ല സമയം തെളിയുകയും ചെയ്യുന്നൊരു സമയമാണ്, കാലഘട്ടമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും ഒത്തിരി ലഭിച്ച് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അകന്ന് വലിയ തോതിലുള്ള സമ്പന്നത കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ മാറിത്തുടങ്ങി. ഇനി ഗുരുവായൂർ കൊടിയേറ്റുന്നു കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വിതറുന്നതായിരിക്കും. ഭഗവാനെ കൈകൂപ്പി വണങ്ങുന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ഉറപ്പായും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറും, രോഗങ്ങൾ മാറുന്നതായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും, തൊഴിൽ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിരാശ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഭാഗ്യങ്ങളും ഈ സമയം കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഈ സമയം ലഭിക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. അതായത് ഗുരുവായൂർ കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന സമയമാണ്. ഭാഗ്യദേവത നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറും. നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്കും പ്രയാസങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാവുന്നതായിരിക്കും. കൈ കൂപ്പി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമേ എന്ന് കൈയും കൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ്. ഗുരുവായൂർ കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ, അതായത് ഏകാദശി ദിവസമാണ് കൊടിയേറ്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഈ പൂയം നക്ഷത്രത്തിലുള്ള കൊടിയേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ സമയം നേടിയെടുക്കുവാനും ഗുണകരമായിട്ടുള്ള സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണം. ഈ സമയങ്ങളിൽ ഭഗവാന്റെ
ഈ വേളയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഓരോ പൂരുട്ടാതി നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളും സാമ്പത്തിക ഉന്നതികളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളൊക്കെ ധാരാളം നിങ്ങൾക്ക് വരുന്ന സമയമാണ്. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വഴിപാടുകളൊക്കെ നടത്തുക. അടുത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് അടഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും തുറന്നു കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളിൽ വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല പിരിമുറുക്കും അയവുണ്ടാവുന്നതായിരിക്കും. മാനസികമായിട്ടുള്ള വെല്ലുവിളിയൊക്കെ മാറുന്നതായിരിക്കും. സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള സമയങ്ങളാണ്. ഒരുപാട് രോഗശമനങ്ങൾ കൊടുത്തിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇരു കൈകളും കൂപ്പി ഭഗവാന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ അർപ്പിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നതായിരിക്കും. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഇത് കണ്ട് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് കൈവരിക്കുവാൻ പോകുന്നത്. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടുക. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ്. പ്രതിസന്ധി കാലഘട്ടങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന സമയമാണ്. മനസ്സിലെ വേദനകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയങ്ങളിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. ഈശ്വരാനുഗ്രഹം ധാരാളം ലഭിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മുമ്പിൽ ഉറപ്പായും ഏത് പ്രശ്നങ്ങളും എന്ത് വെല്ലുവിളികളായിക്കൊള്ളട്ടെ അതിനെല്ലാം തരണം ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ പോയി നിങ്ങൾ ഇരു കൈകളിലും കൂപ്പി പ്രാർത്ഥിക്കുക. ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഉറപ്പായും ഭഗവാൻ വിളി കേൾക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും അകന്ന് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത്രമാത്രം വിളി കേൾക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ മുമ്പിൽ പോയി അർപ്പിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും ഏത് പ്രതിസന്ധിയും പ്രശ്നത്തെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ 10 നക്ഷത്ര ജാതകർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായി ഈ 10 നക്ഷത്ര ജാതകരും ഈ സമയം ഗുരുവായൂർ ഉത്സവ സമയം ആ ക്ഷേത്രത്തിൽ പോയി ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള 27 നക്ഷത്ര ജാതകർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ 10 നക്ഷത്ര ജാതകർ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. വലിയ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതങ്ങൾ എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യങ്ങളുണ്ടാകും.